friends, welcome back to my channel G4 Challenge. Friends, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സ്മാർട്ട് ഫോൺസിലായിരിക്കും വീഡിയോ കാണുന്നത്. ഈ സ്മാർട്ട് ഫോൺസിൽ നിങ്ങൾ പാസ്വേഡ് ഇട്ട് വെക്കാറുണ്ട്. ചിലപ്പം നിങ്ങളുടെ മക്കൾ ഫോണിൽ കളിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾ പാസ്വേഡ് ഇട്ട് വെക്കുന്നത്. ഗൈസ്, അപ്പൊ നിങ്ങൾ ഈ ഫോണിനൊക്കെ പാസ്വേഡ് ഇട്ട് വെക്കുമ്പോൾ അതിലൊരു ചെറിയ ശതമാനം ആൾക്കാർ ഇതിന്റെ പാസ്വേഡ് പെട്ടെന്ന് മൈൻഡിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പം വലിയ ലോങ് പാസ്വേഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ പാസ്വേഡ് ആണെങ്കിൽ തന്നെ പാസ്വേഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ മറന്നു പോകുന്നവരുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ മറന്നു പോകുമ്പോൾ ഇവരെന്തോ ചെയ്യുന്നത് വെച്ചാൽ ചിലപ്പം അവര് മൊബൈൽ ഫോൺസുമായിട്ട് ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് റെഡിയാക്കാൻ പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനെ കൊടുത്തിട്ട് അവർ റെഡിയാക്കി തരും. പക്ഷെ ഫ്രണ്ട്സ് റെഡിയാക്കി തരുമ്പോൾ അവർ ചിലപ്പോൾ ഫുൾ റീബൂട്ട് ചെയ്ത് നമ്മുടെ ഫയൽസ് എല്ലാം പോകുമായിരിക്കും. അവരിങ്ങനെ റീബൂട്ട് ചെയ്ത് തരും. ചിലപ്പോൾ കടയിൽ കൊണ്ട് പോയി കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ അത് റെഡിയാക്കി തരുകയും, പക്ഷെ അതിനനുസരിച്ച് പൈസ അപ്പൊ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇതുപോലത്തെ കാര്യങ്ങൾ വാട്സപ്പിലെ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുക ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൊബൈലിലെ പാസ്വേഡ് പറഞ്ഞത് ആപ്പിൾ ഫോണാണെങ്കിൽ iOS അതുപോലെ തന്നെ ആൻഡ്രോയിഡും പറ്റും. അതുപോലത്തെ ഏത് ഫോണാണെങ്കിലും പറ്റും. പിന്നെ അതുപോലെ തന്നെ ആപ്പിളിന്റെ ഐ ഡി അതിന്റെ പാസ്വേഡ് പറഞ്ഞാലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കുറെ സംഭവമുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു ലാപ്ടോപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഒരു ലാപ്ടോപ്പിന്റെ അകത്ത് ഡോക്ടർ ഫോൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പൈസയൊന്നും മീൻസ് അതിനും ഒരു പെയ്ഡ് ആപ്ലിക്കേഷൻ ആണ്. അതിന്റെ ക്രാക്ക് വെർഷനും ഒറിജിനൽ വെർഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമുള്ള നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ഇതുപോലത്തെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അവർക്കും കൂടെ ഒരു ഉപകാരമല്ലേ. നമുക്ക് നേരെ വീഡിയോട്ട് പോരാ, അതെങ്ങനെ ഡൗൺലോഡും ഇൻസ്റ്റാളൊക്കെ ചെയ്യുന്നത് നോക്കാം. ഫ്രണ്ട്സ്, ഇത് സോഫ്റ്റ്വെയർ ആണിത്. വണ്ടർഷെയർ തന്നെയാണ്. വണ്ടർഷെയർ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അവരുടെ കുറേ സോഫ്റ്റ്വെയർ ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. വണ്ടർഷെയർ, ഫിലിമോറ പോലെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഹിയർ എന്ന ഓപ്ഷനിൽ പിടിച്ച് വെക്കുക. അപ്പം അവർ നമ്മളോടൊരു പാസ്വേഡ് ചോദിക്കും. അപ്പം അത് www.startcrack.com എന്നാണ്. ചിലതിനൊക്കെ ആ പാസ്വേഡ് ചോദിക്കാറുള്ളൂ, ചിലതിൽ ചോദിക്കൂല. അപ്പം ചോദിക്കുന്നവർ ഈ പാസ്വേഡ് അടിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ ഫുള്ളായിട്ട് എക്സ്ട്രാക്റ്റ് ആവുന്ന കാണിക്കും. എക്സ്ട്രാക്റ്റ് ആയി ഫുൾ എക്സ്ട്രാക്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് 4 ഫയൽസ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കാണിച്ചു തരാവേ. കണ്ടോ, ഈ 4 ഫയൽസ്. ഇതിൽ സെറ്റപ്പ് എന്ന ഫയലാണ് നമുക്ക് ആവശ്യം. ബാക്കിയുള്ള ഫയലും ആവശ്യമുണ്ട്. ഇത് ക്രാക്ക് വേർഷൻ യൂസ് ചെയ്യുന്നവർക്കാണ് ഞാൻ ഈ പറയുന്നത്. സെറ്റപ്പിൽ പിടിച്ച് വെക്കുക. നിങ്ങൾ സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ വരും. അപ്പോൾ ഇംഗ്ലീഷ് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സാധാരണ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാം നെക്സ്റ്റും ഓക്കെയും എല്ലാം അങ്ങ് കൊടുത്തു വെച്ചാൽ മതി. ആക്സെപ്റ്റ്, അത് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അങ്ങനെ എല്ലാം കറക്റ്റ് അടിച്ചു കൊടുത്താൽ കുറച്ച് ഇൻസ്റ്റാളൈസിങ് ആണ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് എന്തായാലും അവർക്ക് വലിയ പണിയൊന്നുമില്ല. മീൻസ് അവർക്കൊന്ന് കേബിൾ വഴി കുത്തിയിട്ട് കണക്ട് ചെയ്തിട്ട് ലാപ്ടോപ്പോ അല്ലെ ഏതെങ്കിലും കമ്പ്യൂട്ടർ വെച്ച് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഐഫോൺ ആണെങ്കിൽ കുറച്ച് പണി ചെയ്യണം. അതിനെ എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും കാണും. കണ്ടോ, ഇത് ഫുൾ ഇൻസ്റ്റാളൈസിങ് ആയിട്ടുണ്ട്. ഇത്തിരി ലോഡിങ് നമുക്കൊന്ന് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പം വരുന്നുണ്ട്. കണ്ടോ, ഡോക്ടർ ഫോൺ ഫിനിഷ് ചെയ്തു. ഡോക്ടർ ഫോണിൻ്റെ ഒരു ഐക്കൺ വരും. കണ്ടോ, അപ്പം നമ്മൾ ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക.
അപ്പോൾ അവരുടെ ലോഗോ ഒക്കെ വന്ന് ജസ്റ്റ് കണ്ടോ, അത് കണ്ട ഞാൻ പറഞ്ഞില്ല 5-6 ഓപ്ഷൻസ് ഉണ്ടാകുന്നത്. വിഷ്വൽ ലൊക്കേഷൻ, ഡേറ്റ എറേസ്, ഫോൺ ബാക്കപ്പ്, ഫോൺ ട്രാൻസ്ഫർ, സിസ്റ്റം റിപ്പയർ. ഇപ്പം ഇതൊന്നും കിട്ടൂല. അതിന് നമ്മളൊരു കാര്യം ചെയ്യണം. ഇതെല്ലാ ഓപ്ഷൻസും കിട്ടണമെങ്കിൽ മേളിൽ ക്രാക്ക് ഓപ്ഷൻ കാണും. ഞാൻ പറഞ്ഞു ക്രാക്ക് വേർഷൻ യൂസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇങ്ങനെ ഇത് വരുന്നതെന്ന്. അപ്പം കണ്ടോ, ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇവിടുന്ന് കോപ്പി ചെയ്യുക, ക്രാക്കിൽ നിന്ന് ഫുള്ളോടെ കോപ്പി ചെയ്യുക. കോപ്പി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടർ ഫോണിൻ്റെ ഐക്കൺ വന്നിരിക്കുന്നുണ്ടോ, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫയലിൽ ചെന്നിട്ട് നമ്മൾ പേസ്റ്റ് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് റീഫ്രഷ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പേസ്റ്റ് കൊടുക്കാം. ഇപ്പം എന്നിട്ടത് ഒരു ഫയൽ റീപ്ലേസ് ചെയ്യുക. അപ്പം അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് 2 ഫെയിൽഡാന്ന് എഴുതി കാണിച്ചില്ലേ, അത് രണ്ടും ഇനി ഡൗൺലോഡ് ആക്കേണ്ട ആവശ്യമില്ല. അത് രണ്ടും ഫുൾ ഡൗൺലോഡായി കാണും. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ക്രാക്ക് വേർഷൻ യൂസ് ചെയ്യുന്നവർക്കാണ്. ക്രാക്ക് വേർഷൻ അല്ലാത്തവർക്ക് സാറിന് രീതി തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇനി നമ്മൾ ഫസ്റ്റ് നമുക്ക് ഫെയിൽഡായ 2 സാധനവും ഇത് ഫുൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ബാക്കി ഫെയിൽഡ് വരാതിരുന്ന സാധനങ്ങളെല്ലാം കണ്ടോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഫുള്ള് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 30 സെക്കൻഡ്സ് ഒക്കെ വെയിറ്റ് ചെയ്താലും നിങ്ങൾക്കിത് ഫുൾ ഡൗൺലോഡ് ആയി കിട്ടും. ഫുൾ ഡൗൺലോഡായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് എന്തോ ആവശ്യമെന്ന് വെച്ചാൽ അതിപ്പിടിച്ച് വെക്കാം. എന്നിട്ട് കണ്ടോ നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്യാൻ പറയുന്നു. എന്നിട്ട് അവർ ഓരോ ഇൻസ്ട്രക്ഷൻസ് തരും. ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മളും അതിൻ്റെ കൂടെ മീൻസ് അവരെന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് തരുന്നത് അനുസരിച്ച് നമ്മളും ചെയ്യണം. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് നമ്മുടെ ഐഫോൺ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ ഐഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഐഫോൺ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടോ ഇങ്ങനെ എഴുതി കാണിക്കും. നമ്മൾ ഇത് നമ്മുടെ USB പോർട്ടിലോട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി കാണിക്കും അണേബിൾ ടു കണക്ട് എന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ ഐഫോൺ എങ്ങനെയാണോ ഓഫാക്കുന്നത് അതുപോലെ ആ ബട്ടണിൽ പിടിച്ച് ഞെക്കി മീൻസ് ആ സൈഡിലത്തെ ബട്ടണിൽ പിടിച്ച് ഞെക്കി ചെയ്യുക. എന്നിട്ട് ഓഫാക്കുക. ഓഫാക്കി ഒരു 1-2 എന്താണ് 2 സെക്കൻഡ്, ആ 2 സെക്കൻഡ് 2-3 ആ സെക്കൻഡ്സ് കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ആ ഓണാക്കുന്ന ബട്ടൺ ഇല്ലേ നടുക്കത്ത ആ ബട്ടണിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് നേരം ലോങ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നാലും വിടരുത്. ഐട്യൂൺസിൻ്റെ ഒരു ലോഗോ വരും. ഐട്യൂൺസിൻ്റെ ലോഗോ വരുന്നവരെ നിങ്ങൾ അങ്ങനെ അതിൽ തന്നെ ഞെക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ആപ്പിളിൻ്റെ ലോഗോ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ കണ്ടോ ഐട്യൂൺസുമായിട്ട് കണക്റ്റഡ് ആയി എന്ന് ലോഗോ വരുമ്പോൾ മാത്രം നിങ്ങൾ കൈയെടുക്കുക. അപ്പം ആപ്പിളിന് മാത്രം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ തീർന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ വല്ലതും ഇതുപോലത്തെ പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ മീൻസ് മൊബൈലിന്റെ പാസ്വേഡ് മറന്നു പോവുക അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവർക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ വീണ്ടും വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയ മൈക്കൊക്കെ വാങ്ങിച്ച് വെറുതെ അടിച്ചു നോക്കിയത്. അപ്പം